ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി. നിയുക്ത മുഖ്യമന്ത്രി അതിഷിക്കൊപ്പമാണ് കെജ്രിവാൾ രാജി സമർപ്പിക്കാൻ വേണ്ടി എത്തിയത്. ഡൽഹി രാജ്ഭവന് മുന്നിൽ നിന്നും ബൽറാം നെടുങ്ങാടി, വിനീത വി ജി എന്നിവർ നമ്മളോടൊപ്പമുണ്ട്. വിനീതയുടെ റിപ്പോർട്ടിലേക്കാണ് നമുക്കിപ്പോൾ പോകാനുള്ളത്. വിനീത, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നിയുക്ത മുഖ്യമന്ത്രി അതിഷിക്കൊപ്പം എത്തി രാജി സമർപ്പിച്ച് മടങ്ങുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അതിഷി ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ വീടിന് പുറത്ത് എത്തിയിരിക്കുന്നു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിഷിയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിഷിക്കൊപ്പം തന്നെ ഗോപാൽ റായി ഉൾപ്പെടെയുള്ളവരുണ്ട്. അല്പസമയം മുൻപാണ് അതിഷിയും അരവിന്ദ് കെജ്രിവാളും ഒന്നിച്ചെത്തി അരവിന്ദ് കെജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ട് രാജി സമർപ്പിച്ചത്. അതിന് പിന്നാലെ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. പുതിയ മന്ത്രിസഭ, പുതിയ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ, സമയക്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ അദ്ദേഹം ഗവർണറുമായി സംസാരിച്ചു. അതിന് പിന്നാലെയാണ് മടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഗോപാൽ റായും അതോടൊപ്പം തന്നെ അതിഷിയും ഇപ്പോൾ ഈ ഗവർണറെ കണ്ടതിന് ശേഷം പുറത്ത് നിൽക്കുകയാണ്. അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അവരുടെ ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ മുഖ്യമന്ത്രിയായി തന്നെ തീരുമാനിച്ചതിന് പിന്നാലെ അതിഷി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കെജ്രിവാളിനെ തിരികെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ധീരമായി പ്രവർത്തിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പോൾ. മാധ്യമപ്രവർത്തകരടക്കം മറ്റ് ഭാഗങ്ങളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് കെജ്രിവാൾ ഇവിടെ എത്തി രാജി സമർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. പിന്നാലെ അതിഷി ഇവിടെ ഉണ്ട്. അതിഷിയും ഒപ്പം തന്നെ ഗോപാൽ റായും ഇപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. അവർ അല്പസമയത്തിനകം ലഫ്റ്റനന്റ് ഗവർണർക്ക് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. നിയുക്ത മുഖ്യമന്ത്രി അതിഷി ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ അതിഷി മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കെജ്രിവാളിനെ അനുഗമിച്ച അതിഷിയും കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിനീത വി ജി, ഞങ്ങളുടെ പ്രതിനിധി, അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയിരിക്കുന്നു. ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വിനീത വി ജി നമ്മളോടൊപ്പം ഉണ്ട്. വിനീത, പറയൂ. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറെ ഏൽപ്പിച്ച് മടങ്ങുകയാണ്. അതിഷി മർലെ ആയിരിക്കും ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രി. നിയുക്ത മുഖ്യമന്ത്രി അതിഷിയും അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു രാജ്ഭവനിലേക്ക്. വിശദാംശങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ഉണ്ട്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി ഔപചാരികമായി തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ കണ്ട് അറിയിച്ചിരിക്കുകയാണ്. തന്റെ രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് അരവിന്ദ് കെജ്രിവാൾ കൈമാറിയിരിക്കുന്നു. ഒപ്പം തന്നെയാണ് അതിഷി മർലേന നിയമസഭാ കക്ഷി യോഗത്തിൽ പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അതിഷി കെജ്രിവാളിനെ അനുഗമിച്ചു. തുടർന്ന് തന്നെ നേതാവായി തെരഞ്ഞെടുത്ത MLA-മാരുടെ പിന്തുണക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിക്കൊണ്ട് പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് തന്നെ ആം ആദ്മി പാർട്ടി പൂർത്തിയാക്കിയിരിക്കുന്നു. ഡൽഹിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു അവസരം കൂടിയാണ് ഇത്. അരവിന്ദ് കെജ്രിവാൾ പുതിയ ഒരു ആശയവുമായി, പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ഡൽഹിയിൽ അട്ടിമറി വിജയം നേടിയ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും രാജി സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി 48 ദിവസം പിന്നിട്ട ശേഷമാണ് കെജ്രിവാൾ രാജി വെച്ചത്. 2014 ഫെബ്രുവരി 14 രാജി സമർപ്പിക്കുമ്പോൾ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഇല്ലായിരുന്നു. ഒരു തൂക്കുമന്ത്രിസഭയായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ कि जब तक दिल्ली की जनता दोबारा अपना समर्थन दे करके हमें नहीं जिताती है, तब तक हम दिल्ली के मुख्यमंत्री के कुर्सी पर नहीं बैठेंगे। उसी ऐलान के तहत आज मुख्यमंत्री जी ने उपराज्यपाल महोदय को अपना इस्तीफा सौंपा है। साथ ही साथ दिल्ली के अंदर
आगे सरकार को संचालित करने के लिए सुबह आम आदमी पार्टी के विधायक मंडल दल की बैठक हुई थी। बैठक में सर्वसम्मति से आतिशी जी को अपना विधानमंडल दल का नेता चुना गया था। हमने आम आदमी पार्टी के विधानमंडल दल का जो फैसला है पार्टी की तरफ से उपराज्यपाल जी को सूचित किया है और साथ ही साथ हमारे विधायक की नेता आतिशी जी की तरफ से जल्द सरकार बनाने के लिए दावेदारी प्रस्तुत की गई है। हमने उपराज्यपाल महोदय से निवेदन किया है कि जल्द से जल्द शपथ की तारीख सुनिश्चित की जाए, जिससे कि दिल्ली के अंदर दिल्ली के 2 करोड़ लोगों के लिए जो काम है उस काम को आगे बढ़ाया जा सके और साथ ही साथ जो दिल्ली के लोगों के लिए अरविंद केजरीवाल जी ने जो काम किया, बिजली का, पानी, स्कूल, अस्पताल, उस पर जो खतरे मंडरा रहे हैं उसको संरक्षित किया जा सके, उसको बचाया जा सके। इन 2 लक्ष्यों को लेकर के सभी पार्टी के विधायक, सभी मंत्री ये शपथ लिए हैं कि जल्द से जल्द नई सरकार के गठन के साथ दिल्ली की जनता के साथ हम अभियान शुरू करेंगे और जल्द से जल्द दिल्ली में चुनाव करा करके दिल्ली के मुख्यमंत्री अरविंद केजरीवाल को दोबारा मुख्यमंत्री की शपथ दिलाएंगे। आतिशी जी। दिल्ली के लोकप्रिय मुख्यमंत्री अरविंद केजरीवाल जी के खिलाफ पिछले 2 साल से भारतीय जनता पार्टी की केंद्र सरकार ने लगातार षड्यंत्र रचे हैं। उन पर भ्रष्टाचार के आरोप लगाए गए, फर्जी आरोप लगाए गए। केंद्र सरकार ने एक के बाद एक करके अपनी सारी एजेंसीज को उनके पीछे छोड़ा। उनको एक झूठे मुकदमे में 6 महीने तक जेल में रखा। सुप्रीम कोर्ट ने ना सिर्फ अरविंद केजरीवाल जी को बरी किया, बल्कि बहुत तीखी टिप्पणी करी केंद्र सरकार की एजेंसीज पर कि केंद्र सरकार की एजेंसीज पिंजरे में बंद एक तोते की तरह हैं और अरविंद केजरीवाल जी की गिरफ्तारी गलत थी, एक दुर्भावना के तहत की गई थी। अगर कोई भी और नेता होता, कोई भी और मुख्यमंत्री होता तो वो तुरंत जाके मुख्यमंत्री की कुर्सी पर बैठ गया। लेकिन अरविंद केजरीवाल जी ने जो फैसला लिया, शायद ही इस देश के इतिहास में, मैं कहूंगी इस दुनिया के लोकतांत्रिक इतिहास में किसी नेता ने लिया होगा। उन्होंने कहा कि मेरे लिए सिर्फ सुप्रीम कोर्ट का फैसला काफी नहीं है, मुझे दिल्ली की जनता का फैसला चाहिए। मैं दिल्ली की जनता की अदालत में जाऊंगा और अगर दिल्ली की जनता कहेगी कि अरविंद केजरीवाल ईमानदार है तो मैं तभी मुख्यमंत्री की कुर्सी पे बैठूंगा। और आज इसी तहत अरविंद केजरीवाल जी ने अपना इस्तीफा दिया है। ये आम आदमी पार्टी के लिए, हमारे पूरे विधायक दल के लिए, दिल्ली के लोगों के लिए एक दुख का क्षण है। पूरी दिल्ली में लोग अरविंद केजरीवाल जी के इस्तीफे से दुखी हैं, लेकिन साथ ही दिल्ली के लोग इस बात का प्रण ले रहे हैं कि आने वाले चुनाव में वो अरविंद केजरीवाल जी को फिर से मुख्यमंत्री बनाना चाहते हैं, क्योंकि उन्हें पता है अगर अरविंद केजरीवाल जैसा ईमानदार मुख्यमंत्री नहीं होगा तो दिल्ली में बिजली फ्री नहीं मिलेगी। अगर अरविंद केजरीवाल जैसा मुख्यमंत्री नहीं होगा तो सरकारी स्कूल नहीं अच्छे होंगे। अगर अरविंद केजरीवाल जैसा मुख्यमंत्री नहीं होगा तो मोहल्ला क्लिनिक बंद हो जाएंगी। अगर अरविंद केजरीवाल जैसा मुख्यमंत्री नहीं होगा तो महिलाओं को फ्री बस यात्रा नहीं मिलेगी। और इसीलिए ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകിയ ശേഷം പുതിയ സർക്കാരിനുള്ള MLA-മാരുടെ പിന്തുണക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറിയ ശേഷം ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റോയ്, നിയുക്ത മുഖ്യമന്ത്രി അതിഷി എന്നിവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജ്ഭവനിലെത്തി കൈമാറിയിരിക്കുന്നു. പിന്തുണയ്ക്കുന്ന MLA-മാരുടെ കത്ത് നേതാവ് ഗോപാൽ റോയ് കൈമാറിക്കഴിഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗോപാൽ റോയും നിയുക്ത മുഖ്യമന്ത്രി അതിഷിയും. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടത് ഡൽഹിയിൽ നിന്ന്.